ഹായ്, ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി കെ മുരളീധരൻ സാറിനോടാണ്. സാറ് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റ് 1 മാസം പിന്നിടുമ്പോൾ കേരളത്തിൽ വിവിധ തരം പകർച്ചവ്യാധികളിൽപ്പെട്ട് മരണപ്പെട്ടവരുടെ എണ്ണം 100 കടക്കുന്നു. കോവിഡ് കാലത്ത് പോലും ഇത്ര ചെറിയ കാലയളവിനുള്ളിൽ മരണനിരക്ക് ഇത്ര വലിയ തോതിൽ ഉയർന്നിട്ടില്ല എന്നതാണ് വസ്തുത. എന്നാൽ ഇതേക്കുറിച്ച് താങ്കളോട് ചോദിക്കുമ്പോൾ താങ്കളുടെ കഴിവുകേട് മറച്ചു വെക്കുന്നതിന് വേണ്ടി കേരളത്തിന്റെ മുൻ മന്ത്രിമാരെ പരിഹസിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇന്ന് കാണുന്നത്. വീണ ജോർജിനെ ജനങ്ങൾ വീട്ടിലിരുത്തി അല്ലെങ്കിൽ നാട്ടുകാർ വീട്ടിലിരുത്തി എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ വിവിധ ജില്ലകളിലെ വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് 7 തവണ വീട്ടിലിരുത്തിയിട്ടുണ്ട് താങ്കളെ എന്നത് താങ്കൾ മറന്നു പോകുകയാണ്. മുഹമ്മദ് റിയാസ് വീണ മീട്ടിയതിനെ കുറിച്ച് താങ്കൾ പരിഹസിക്കുകയുണ്ടായി. മുഹമ്മദ് റിയാസ് വീണ മീട്ടിയത് വീണയെ വിവാഹം കഴിച്ചതിന് ശേഷമാണ്. എന്നാൽ താങ്കൾ KPCC പ്രസിഡന്റായിരിക്കുന്ന സമയത്ത് കോൺഗ്രസിലെ വിവിധ വർഗ ബഹുജന സംഘടനകളിൽപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരായ സ്ത്രീകളെ KPCCയുടെ ആഫീസിലേക്ക് വിളിച്ചു വരുത്തി താങ്കൾ അടച്ചിട്ട റൂമിൽ വെച്ച് നടത്തിയ ചർച്ചകളും ലീലാവിലാസങ്ങളുമൊക്കെ MP രാജ്മോഹൻ ഉണ്ണിത്താൻ വളരെ വ്യക്തമായി കേരളത്തിന്റെ തെരുവോരങ്ങളിൽ പ്രസംഗിച്ചത് ഇന്നും പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണ് എന്ന കാര്യം താങ്കൾ മറക്കരുത്. അടച്ചിട്ട മുറിയിലെ സ്ത്രീ പ്രവർത്തകരുമായി നടന്ന ചർച്ചയ്ക്ക് ശേഷം കുളിക്കാൻ വേണ്ടി പൈപ്പിൽ വെള്ളമില്ലാത്തതിന് അന്നത്തെ ആഫീസ് സെക്രട്ടറിയെ താങ്കൾ വഴക്ക് പറഞ്ഞതുപോലും വളരെ കൃത്യമായി അദ്ദേഹം കേരളത്തിന്റെ തെരുവോരങ്ങളിൽ പ്രസംഗിച്ചിട്ടുണ്ട്. താങ്കൾ അതൊക്കെ ഒന്ന് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഈ കാര്യങ്ങളൊക്കെ അങ്ങയെ ഇതുപോലൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്ന് ഓർമ്മപ്പെടുത്തേണ്ടി വന്നതിൽ വിഷമമുണ്ട്. പക്ഷേ ഒരിക്കൽ കൂടി താങ്കളോട് അഭ്യർത്ഥിക്കുന്നു, അതൊക്കെ താങ്കളൊന്ന് പരിശോധിക്കണം. എന്നിട്ട് വകുപ്പ് മന്ത്രി എന്ന നിലയിൽ താങ്കളുടെ ചുമതലകൾ നിർവഹിക്കാൻ സന്നദ്ധമാകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു.